ജാഇസിൻ ലിയസ്തുറ ബിഹി ഔറതാ. ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ഇന്ന് ഉടുക്കാൻ പോലും ഒരു മുണ്ടില്ല. എവിടുന്നോ കിട്ടിയ ഒരു ആട്ടുംതോല്, ആ ആട്ടുംതോല് നടു തുളച്ചിട്ട് അതിന്റെ നടുഭാഗം തുളച്ചിട്ട് തലയിലൂടെ ഇട്ടിട്ടുണ്ട്, കഴുത്തിലിട്ടിട്ട്. അതുകൊണ്ട് ഔറത്ത് മറക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നാണം മറക്കാൻ കഴിയാതെ മദീനത്തെ പള്ളിയുടെ മൂലയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഉൻദുറൂ ഇലാ ഹാദർ റജുൽ, നോക്ക് നോക്ക് നോക്ക്, ഈ മനുഷ്യനെ നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ കൂട്ടുകാരോട് പറയുകയാണ്, ഉൻദുറൂ ഇലാ ഹാദർ റജുൽ കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ അയാളിൽ ഉണ്ടാക്കിയ പരിവർത്തനം ഒന്ന് നോക്ക്. അയാളെ ഈമാൻ രക്ഷിക്കാനാണ് അയാളുടെ സമ്പത്ത് ഒഴിവാക്കിയത്, അയാളുടെ ഈമാൻ രക്ഷിക്കാനാണ് അയാളുടെ പ്രൗഢി ഒഴിവാക്കിയത്, അയാളുടെ ഈമാൻ രക്ഷിക്കാനാണ് അയാളുടെ പിതാവിനെ ഒഴിവാക്കിയത്, സമ്പന്നനായ പിതാവിനെ ഒഴിവാക്കിയത്. വല്ലാഹി വല്ലാഹി ലഖദ് റഅയ്തുഹു വമാ ഫീ മക്കത ഫതൻ അസ്സു മിൻ, സത്യമാണ്, ഞാൻ അയാളെ മദീനത്ത് മക്കത്ത് വെച്ച് കാണുമ്പോ അയാളെക്കാൾ അടിപൊളിയായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല. ആ ചെറുപ്പക്കാരൻ നിന്ന് ഉടുക്കാൻ മുണ്ടില്ലാതെ അതാ ഒരു കീറ ആട്ടുംതോലില് തന്റെ ശരീരം മറക്കാൻ, തന്റെ നാണം മറക്കാൻ അയാൾ കഷ്ടപ്പെടുന്നു. നോക്ക്, ഇദ്ദേഹം സ്വർഗാവകാശിയാണ്, ഇദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പിന്നീട് കാണുന്നത് തന്റെ ജ്യേഷ്ഠൻ അബൂ അസീസിനെ, ജ്യേഷ്ഠൻ വാപ്പാന്റെ ഒപ്പാണ്. ആ അബൂ അസീസിനെ കാണുകയാണ്. പിന്നീട് ഒരിക്കൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അബൂ അസീസിനെ കണ്ടത് മുശ്രിക്കീങ്ങളുടെ സഫില, സമരത്തിന് വേണ്ടി തയ്യാറായി വന്നിരിക്കും. അങ്ങനെ സമരമൊക്കെ നടന്നു. ആ സമരത്തിൽ ഒരു അൻസാരി സുഹൃത്ത്, മദീനത്തുകാരൻ ഒരു അൻസാരി സുഹൃത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു, പിടിച്ചു, ബന്ദിയാക്കി. അയാളുടെ പേര് അബുൽ യസർ. നമ്മൾ വായിക്കാറുണ്ടാകും, ഉഹ്ദീകളും ബദരീങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് അബുൽ യസർ എന്ന് നമ്മൾ സാധാരണ വായിക്കാറുണ്ട്. അബുൽ യസർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ പിടിച്ച് ബന്ദിയാക്കി. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു ബന്ധിപ്പിച്ചിരിക്കുന്ന ജ്യേഷ്ഠന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അബുൽ യസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബുൽ യസർ ഉഷ്ദുദ് യദക അലാ സീരിക ഫഇന്ന ഉമ്മഹു ഗനിയ വസതഫ്ദീഹി ബിമാലിൻ കസീർ. അബുൽ യസറേ, മുറുക്കി പിടിച്ചോ, വിടണ്ട. കാക്കാനെ പറ്റിയാ പറയുന്നത്. അബുൽ യസറേ, മുറുക്കി പിടിച്ചോ, വിടണ്ടോ. വിടാതെ ഈ മുറുക്കി പിടിക്കുകയാണെങ്കിൽ എനിക്കിതൊരു കിട്ടല. കാരണം ഫഇന്ന ഉമ്മഹു ഗനിയ, അവന്റെ ഉമ്മ വലിയ സമ്പന്നയാ. ആരായി ഉമ്മ? മിസ്അബിന്റെ ഉമ്മയാ, വലിയ സമ്പന്നയാണ്. അപ്പൊ നീ ഇവിടെ തടഞ്ഞു വെച്ചാല് ഇവനെ കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല, ഇവനോട് കൊന്നു കളഞ്ഞിട്ടും കാര്യമില്ല. മറിച്ച് സാമ്പത്തികമായി അങ്ങേയറ്റം സൃഷ്ടിച്ചു നിൽക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇവനെ മോചിപ്പിക്കാൻ വേണ്ടി ഉമ്മ വലിയ ദാനം നൽകും. ഉമ്മ വലിയ ഫിദിയ നൽകിയിട്ട്, പ്രായചിത്വം നൽകിയിട്ട് ഇവനെ മോചിപ്പിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും, ഇസ്ലാമിനൊരു അടിത്തറ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നല്ലോണം അവിടെ കെട്ടിവെച്ചോ, ശരിക്ക് ചങ്ങലൊട്ടോട്ടോ, അയഞ്ഞു പോകണ്ട, അവൻ രക്ഷപ്പെടും. അപ്പൊ ഇക്കാക്ക ഇവിടുന്ന് ചോദിക്കുക അനുജനോട്, രക്തബന്ധം എന്നൊന്നും എപ്പോഴും മണക്കേണ്ടതില്ല മിസ്സബേ. നിനക്ക് രക്തബന്ധമുള്ള നിന്റെ ജ്യേഷ്ഠൻ എന്നെ കുറിച്ചാണല്ലോ ഈ ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുന്നു. ഉപദേശിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപദേശിക്കാമോ മിസ്അബേ എന്ന് ജ്യേഷ്ഠൻ ചോദിക്കുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, നീ എന്റെ ജ്യേഷ്ഠനോ? ഇതാണ് എന്റെ കൂട്ടുകാരൻ. അബുൽ യസറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ കൂട്ടുകാരൻ. ഈമാനിലേക്ക് വന്നതിന്റെ ശേഷം, ഇസ്ലാമിൽ അംഗത്വം എടുത്തതിന്റെ ശേഷം, മെമ്പർഷിപ്പ് എടുത്തതിന്റെ ശേഷം നിന്നെ ഞാൻ മറന്നുപോയി. ഈമാനിന്റെ കടുപ്പമാണ്. നോക്കിക്കോ, എന്റെ കൂട്ടുകാരൻ ഇന്നും ഇയാളാണ്, അബുൽ യസർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിർബന്ധമായും നമ്മൾ മാറിയേ പറ്റൂ. ഞാൻ ഇതൊക്കെ പറയുന്നത് നന്മയുടെ പക്ഷത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എപ്പോഴും കാണപ്പെടണം. അതിനുവേണ്ടിയാണ് ഇത്രയും നേരം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഞാൻ സംസാരിച്ചു. ഇനിയും സംസാരിക്കുന്നതും അതിന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് കൃത്യം നമ്മുടെ സമയം 3 മണിക്ക് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കും. എന്നും 3 മണി വരെ ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഉണ്ടായിരിക്കും. ഒരു അരമണിക്കൂറും കൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്,
ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്താ നമുക്കിത് നിന്ന് കിട്ടുന്ന ഗുണപാഠം അതാണല്ലോ വേണ്ടത്. നമുക്കിത് വായിക്കുമ്പോൾ കിട്ടേണ്ട ഗുണപാഠം എന്താ? നമ്മൾ നന്മയുടെ പക്ഷത്ത് മുന്നേറണം. നന്മയുടെ പക്ഷത്ത് നാം മുന്നേറിയേ പറ്റൂ. നന്മയുടെ പക്ഷത്ത് നമ്മൾ കാണപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനിത് പറയാൻ കാരണം നന്മയുടെ പക്ഷത്ത് നിങ്ങളെ കാണപ്പെടുമെന്ന വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾക്ക് നന്മ ഉപദേശിച്ചാൽ നിങ്ങളത് തള്ളിക്കളയില്ല എന്ന ഉറപ്പുകൊണ്ടാണ്. ഒരു ചെറിയ പൊരിയെങ്കിലും നിങ്ങളിൽ കത്താനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഈമാനിന്റെ തഖ്വയുടെ ഉളുപ്പിന്റെ ചെറിയ ഒരു പൊരിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആദ്യമായി ഞാൻ പറയുന്നത്, സാബിഖീങ്ങളുടെ ലിസ്റ്റിലേക്ക് നമ്മൾ ഉയരണോ? അസ്ഹാബുൽ യമീനിലെങ്കിലും പെട്ട് നമുക്ക് രക്ഷപ്പെടണോ? ഏറ്റവും ചുരുങ്ങിയത് പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നന്മയുടെ പക്ഷത്തും മുഴുവനും നിങ്ങൾ സജീവമാകണം. നാട്ടിലെ ദീനീ പ്രവർത്തന വേദിയിൽ നിങ്ങളെ കാണണം. നിങ്ങൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് ചീഞ്ഞുനാറിയ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. മക്കളെ, നിങ്ങൾ തല പണയം വെച്ച് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയ ഭ്രാന്തിനു വേണ്ടിയല്ല. നിങ്ങൾ ഇന്നു മുതൽ ഇസ്ലാമിക പ്രവർത്തകനായി മാറും. ഇതെന്തിനും നാളെ പടച്ചവന്റെ മുമ്പിലേക്കാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. ഇവരൊക്കെ ഇങ്ങനെ എപ്പോഴും ദീനിനെ കുറിച്ച് ചിന്തിച്ചവരാ. നമുക്കതല്ലേ വേണ്ടത്. നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് ആലിമീങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിക്കൂടെ? എന്തിനു നമ്മൾ കട്ടപ്പെടണം പ്രിയപ്പെട്ട കൂട്ടുകാരെ? ദുനിയാവും ആഖിറവും ഇല്ലാതെ നമ്മൾ എന്തിനു മാറണം? അതുകൊണ്ട് ഞാനിത് പറയുന്നത്, നിങ്ങൾ അടിസ്ഥാനപരമായി മാറണം. വിശ്വാസത്തിൽ യഥാർത്ഥമായ ഒരു സുന്നിയാവണം. എന്നിട്ട് പ്രവർത്തന രംഗത്ത് നിങ്ങൾ മുന്നേറണം. നിങ്ങളുടെ ഓരോ ചിട്ടയിലും ഇസ്ലാം ഉണ്ടായിരിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഇസ്ലാമല്ലാത്ത ജീവിതം ഉണ്ടാവരുത്. നല്ലത് പറഞ്ഞാൽ ഒരു പൊരിയെങ്കിലും കത്തുമെങ്കിൽ ഊതിക്കൊടുത്താൽ, കത്താൻ വകുപ്പുണ്ടെങ്കിൽ ഉമിത്തിയിൽ ഊതിക്കൊടുത്താൽ തീ കത്തും ഉറപ്പാ. എവിടെയെങ്കിലും ഒരു പൊരി ബാക്കിയുണ്ടെങ്കിൽ വലൗ വഖദ് അസ്മഅത ഫഖദ് അസ്മഅത ലൗ നാദൈത ഹയ്യ വലാകിൻ ലാ ഹയാത ലിമൻ തുനാദി വലൗ നാറൻ നഫഖത ബിഹാ അവാഅത് വലാകിൻ അൻത തൻഫുഹു ഫീ റമദി. ഒരു കവി പറഞ്ഞത് വലിയ അർത്ഥവത്തായ വാക്കാണ്. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പേടിക്കുന്നു. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. അതൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയുള്ളത്, പടച്ചവനെ, വെറുതെ പൊരിയില്ലാത്ത തീയിൽ ചെന്ന് വെറുതെ ഊതിയോതി ഒരു വൃഥാപണിയായി പോകുമോ എന്ന ബേജാറുണ്ട്. വെറും വേലയായി മാറാൻ പാടില്ല. ഞാൻ ഈ നോമ്പ് നോറ്റ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം, എനിക്ക് ഉപകാരപ്പെടണം. ഹൃദയം ചാവാത്തവനെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ കഴിയൂ. ജീവനുള്ള ഹൃദയത്തെ വിളിച്ചെങ്കിലേ ആ വിളിക്കുത്തരം ചെയ്യൂ. നീ ഹൃദയം ജീവിക്കുന്ന ആളെ വിളിച്ചെങ്കിലേ അവനെ നിനക്ക് നിന്റെ ഉപദേശം കേൾപ്പിക്കാൻ കഴിയൂ. പക്ഷേ നീ വിളിക്കുന്നവന് ചൈതന്യമില്ല, നീ വിളിക്കുന്നവന് ജീവനില്ല. ഹയാത്തില്ലാത്തവനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? വലൗനാറൻ നഫഖത ബിഹാ അവാഅത്. ആ തീയിലാണ് നീ ഊതുന്നതെങ്കിൽ ഒരു പൊരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് വികസിച്ച് 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 ഉമിക്ക് തീ പിടിച്ച് 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 അത് വലിയ തീയായി മാറും. അതിനൊരു പൊരിവാക്കി വേണ്ടേ? പക്ഷേ നീ പക്കാ വെണ്ണീരിനാണ് ഊതുന്നതെങ്കിൽ ഖിയാമം വരെ ഊതുക എന്നല്ലാതെ അത് കത്തുകയില്ല എന്ന് പറഞ്ഞതുപോലെ ബേജാറുണ്ട്. ഇത് പറയുമ്പം തന്നെ ആ ബേജാറോടുകൂടെയാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു നല്ല കാര്യം അങ്ങ് കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നരകത്തിന്റെ ഗൗരവം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അതൊന്നും ഇന്ന് പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നുണ്ട്. അതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, നന്മയുടെ പക്ഷത്ത് നിങ്ങൾ കാണണമെന്ന് പറയുമ്പോ നല്ലതെന്തെന്ന് കേട്ടാലും നിങ്ങളത് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഉദാഹരണം പറയാം. ഒറ്റ ആളുകൾ എന്നോട് വിഷമം കരുതരുത്, വെറുപ്പ് കരുതരുത്. കാരണം നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ. ഈ വന്നിരിക്കുന്ന അധിക ആളുകളുടെയും കഥയായിരിക്കും ഞാൻ പറയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇത് രണ്ടും ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് മാറണം, മുസ്ലിം സമൂഹം മാറണം. കോട്ടക്കലിൽ നിന്ന് മസ്ജിദ് സഹാബയിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പിറ്റേന്ന് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ പറഞ്ഞു, ഉസ്താദെ ഇന്ന് തന്നെ മാറിക്കഴിഞ്ഞു.
ഇന്നലെ പോകുമ്പോൾ തന്നെ മാറാൻ തീരുമാനിച്ചു മാറിക്കഴിഞ്ഞു. അതുപോലെയുള്ള റിസൾട്ട് അവിടെ വേണ്ടത്. വെറുതെ എനിക്ക് പറയാനാവില്ല, നിർബന്ധമായി മാറണം. ഇത് ആത്മാർത്ഥമായിട്ടാ പറയുന്നത്. ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ വസ്ത്രധാരണ രീതി മാറണം. ഫാൻസി എന്ന സംസ്കാരം, ഞാനിത് പറയുന്നത് ഫാൻസിനെ അടിച്ചാക്ഷേപിക്കുകയല്ല, കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ